പരപ്പനങ്ങാടി പാലത്തിങ്ങൽ ന്യൂക്കട്ടിലെ വെള്ളത്തിൽ പോയവർക്കുള്ള 3-ാം ദിവസവുമായിട്ട് തിരച്ചിൽ തുടരുകയാണ്. അപ്പോൾ വിവിധ സന്നദ്ധ പ്രവർത്തകരും NDRFും ഫയർഫോഴ്സും എല്ലാവരുമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ട്രോമ കെയറിൻ്റെ 2 മുങ്ങൽ വിദഗ്ധർ ഇവിടെ ഉണ്ട്. ഇന്ന് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ബോട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അവരോട് ഇതുവരെയുള്ള ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. റാഫിക, അപ്പോൾ 2 ദിവസമായിട്ട് ഈ ഒരു ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണെന്ന് അറിഞ്ഞു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? നമ്മൾ ഇപ്പോൾ ഈ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് ഇന്നിപ്പോൾ 3 ദിവസമായി. മലപ്പുറം ജില്ലാ ട്രോമ കെയറിന്റെ വളണ്ടിയർമാരും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൂടാതെ പല സന്നദ്ധ സേവന പ്രവർത്തകരുണ്ട്, എല്ലാവരും ഉണ്ട്, നാട്ടുകാർ എല്ലാവരും ഉണ്ട്. നമ്മൾ ഇത്ര നേരം വെള്ളത്തിലൂടെ ബോട്ട് ഓടിക്കുകയും തപ്പുകയും ഒരുപാട് ഭാഗങ്ങളിലൊക്കെ പോയി ചെയ്തു നോക്കിയിട്ട് ഇപ്പോ വെള്ളത്തിൽ പോയത് ഇവിടെയാണെന്നാണ് പറഞ്ഞു കേട്ടത്. എത്ര ദൂരം വരെയും പോയിട്ടുണ്ട് ഇതുവരെയായിട്ട്? നമ്മൾ ഏകദേശം പറഞ്ഞാല് ഈ പുഴയില് കൂടെ ഏകദേശം ഒരു 10-20 കിലോമീറ്ററോളം നമ്മളിപ്പോ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. രാവിലെ 3 മണിക്ക് തുടങ്ങി. 3 മണിക്ക് തുടങ്ങിയിട്ട് പഠിച്ചത് 3 മണിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ കരമ്പിലേക്ക് എത്തിയത്. അപ്പോൾ പള്ളിയിലേക്ക് പോകാനുള്ള വാങ്കുവിളി കേട്ടപ്പോൾ നിർത്തിയതാണ്, വെച്ചതാണ്. ഇനിയും ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും തുടങ്ങാനുള്ള. വെള്ളത്തിന്റെ അടിയിലുള്ള അവസ്ഥ എന്താണ്? വെള്ളത്തിന്റെ അടിയിലെ അവസ്ഥ നല്ല ഒഴുക്ക്, നല്ല ഒഴുക്കുണ്ട്, കലക്കൊണ്ട് ഒഴുക്കുണ്ട്. ചളിയാണോ പാറയാണോ അങ്ങനത്തെ രണ്ടുണ്ട്. ചില സ്ഥലത്ത് പാറുണ്ട്, ചില മണ്ണുണ്ട്. ഈ പൊത്തുകളുണ്ടോ? വലിയ വലിയ മരങ്ങൾ വീണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ? മരങ്ങൾ ഇവിടെ അമ്മ നിൽക്കുന്ന മുന്നിൽ മരങ്ങൾ അടി പോയി എടുക്കണ്ടല്ലേ? ഇപ്പൊ 3 ദിവസമായതുകൊണ്ട് പൊന്താനുള്ള ടൈമോ ആയിട്ടുണ്ട്. ഇതുവരെയായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതുവരെയായിട്ട് പൊന്തിയതായിട്ടും കണ്ടിട്ടില്ല. ഒരുപാട് ഏകദേശം 10-ലേറെ ബോട്ടുകള് ഇപ്പോ രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ ഉണ്ട്. ഇതുവരെയായിട്ട് ഇതുണ്ടല്ലേ, ഇത്രയും ബോട്ടുകൾ ഇവിടൊക്കെ തെരഞ്ഞിട്ടും ഇതുവരെ നമുക്ക് ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോ അടുത്ത പ്ലാന് എന്താണ് ഇപ്പോ ഉദ്ദേശിക്കേണ്ടത്? ഭക്ഷണം കഴിച്ചിട്ട് ഒന്നും കൂടെ മുങ്ങലും തപ്പലും ബോട്ട് ഓടിച്ചൊക്കെ ഇപ്പോ കുടുങ്ങിക്കിടക്കുക അങ്ങനെന്താ ആവാനാ ചാൻസ്? നമ്മള് 3 ദിവസം കൊണ്ട് ബോഡി വെള്ളത്തിനടി പൊന്തി വരുന്ന ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ബോഡി വെള്ളത്തിനടിയിൽ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കാൻ ചാൻസ്. അതിനുള്ള കുറെ സ്ഥലങ്ങളുണ്ടല്ലേ? ഒരുപാട് പാറ മരങ്ങൾ ഒക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് ആൾക്കാരെ കയ്യും കാലൊക്കെ കൊട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കാല് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതുണ്ടല്ലേ, കാലൊക്കെ അടിയൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അടിയിലെ പാറയിലൊക്കെ ഒരಸಿ. എത്ര ആയം വെള്ളം ഉണ്ടാവും ഇവിടെ? ഇവിടെ മിക്കവാറും ഏകദേശം ഒരു 4 ആളെ വെള്ളമൊക്കെ ചില സ്ഥലത്ത്, ചില ഭാഗത്ത് ഒരാളെ വെള്ളം. അങ്ങനെ പല ലെവലിലാണുള്ള വെള്ളം. പാറ കയറ്റം കയറിക്കുമ്പോ വെള്ളം കുറയും. അല്ല വേലിയായിട്ട് ആ പ്രശ്നം ഇവിടെ? അങ്ങനത്തെ പ്രശ്നമില്ലല്ലേ? കടലിന്റെ ഇതായതുകൊണ്ട് ചെറുതായിട്ട് വരുന്നുണ്ടാവില്ലേ? കടലോര മേഖല ആയതുകൊണ്ടേ തള്ളല് കുറവായിരിക്കും. അപ്പം എന്തായാലും ആളെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാ ശരി.